കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹുവിൻ്റെ മഖാമും അറക്കൽ രാജകുടുംബത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമെന്ന് വിളിക്കാവുന്ന നിർമ്മിതി കൊണ്ടും ചരിത്രവിശേഷണങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധയാർജിച്ച കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിലെ വിശേഷണങ്ങളുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 356-ാമത്തെ എപ്പിസോഡ്. കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹുവിൻ്റെ മഖാമിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ റൂട്ടും ചെലവുകളൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ പുതിയ ഒരു ഉത്തരേന്ത്യ യാത്രയുടെ ഭാഗമായിട്ടുള്ള യാത്രയുടെ തുടക്കമാണ് ആദ്യം കണ്ണൂരിലെ സിയാറത്ത്. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ച് മക്കാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിന് നമുക്ക് ഇങ്ങോട്ട് ആയത് 65 രൂപയും ഇവിടെ നിന്ന് ഈ ഓട്ടോറിക്ഷയ്ക്ക് മക്കാമിലേക്കായത് 60 രൂപയുമാണ്. ഇവിടെ ചരിത്രപ്രസിദ്ധമായ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൻ്റെ തൊട്ടുചാരയാണ് ബഹുമാനപ്പെട്ട മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ നിന്ന് ബുഖാരി കബീലയിലെ ആദ്യമായി കേരളത്തിലെത്തിയ വളപ്പട്ടണം സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലെ സുപ്രധാന കണ്ണിയാണ് സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ലക്ഷദ്വീപിലെ കവരത്തിയിൽ ജനിച്ച മഹാനുഭാവൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ വഫാത്തായതിനാൽ പിന്നീട് മഹാനായ കവരത്തി കാസിം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ടവർ വളർന്നത്. പിന്നീട് അറക്കൽ രാജാവിൻ്റെ ക്ഷണപ്രകാരമാണ് ബഹുമാനപ്പെട്ടവർ കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. കൊച്ചിയിലെ പ്രസിദ്ധമായ ചെമ്പിട്ടപ്പള്ളി പുനരുദ്ധാരണം നടത്തിയത് ബഹുമാനപ്പെട്ട മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആണ്. അതുകൂടാതെ നിരവധി പള്ളികൾ നിർമ്മിക്കുകയും പുനരുദ്ധാരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വലിയ ശിഷ്യസമ്പത്തിൻ്റെ ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അവരിൽ പ്രധാനികളാണ് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു, അല്ലഫൽ അലിഫ് രചിച്ച ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഐദറൂസ് കുട്ടി മൂപ്പൻ, കൊച്ചി കൊച്ചങ്ങാടി ചന്ദനപ്പള്ളിയിലെ മസ്താൻ ഔലിയ തുടങ്ങിയ നിരവധി പ്രമുഖർ ശിഷ്യഗണങ്ങളായിട്ട് ബഹുമാനപ്പെട്ടവർക്കുണ്ട്. മഹാനായ മൗലൽ ബുഖാരി റളിയല്ലാഹുവിനു അടക്കം നാഗൂരിലെ ഷാഹുൽ അമീദ് റളിയല്ലാഹുവിനു അടക്കമുള്ള ഒരുപാട് ത്വരീഖത്തിൻ്റെയും മറ്റും മശായിഖന്മാരും പണ്ഡിതന്മാരും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പള്ളിയാണ് തൊട്ടടുത്തുള്ള ഈ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ്. അറക്കൽ രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്ന കണ്ണൂരിലേക്ക് എത്തിയിരുന്ന അയൽ രാജ്യത്തെ ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും അവരുടെ നയതന്ത്ര കേന്ദ്രമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ സിറ്റി ജുമാ മസ്ജിദായിരുന്നു. ആർക്കിടെക്ചറിൽ വലിയ വ്യത്യസ്തത പുലർത്തുന്നതാണ് ഈ പള്ളി. ഡച്ച് രീതിയിലുള്ള മിനാരങ്ങൾ, വായുസഞ്ചാരത്തിന് പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ച 15 അകംവാതിലുകളും 34 പുറം വാതിലുകളും, വാതിലുകളിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള ചില്ലുകൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, ലക്ഷദ്വീപിലെ ആന്ത്രോത്തിൽ നിന്ന് കൊണ്ടുവന്ന 10 കൽത്തൂണുകൾ, പേർഷ്യൻ ആർക്കിടെക്ചറിലുള്ള ഹൗള്, മേൽക്കൂരയുടെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഹാഗണി മരം, മുൻവശത്ത് പാകിയ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന ടൈലുകൾ, പേർഷ്യയിൽ നിന്നുള്ള തൂക്കുവിളക്കുകൾ, ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞ പള്ളിയാണ് ഈ കാണുന്ന കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ്. അപ്പോൾ നമ്മുടെ ഉത്തരേന്ത്യ സിയാറത്തിൻ്റെ ആദ്യ കേന്ദ്രമാണ് കണ്ണൂരിലെ ഈ സിയാറത്ത്. 115 രൂപക്കാണ് നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് ഇവിടെ എത്തിയത്. നിങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് കണ്ണൂർ വന്നിറങ്ങിയാലും 60 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഈ മക്കാമിൻ്റെ അടുക്കൽ എത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉത്തരേന്ത്യൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.